ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖില് ഓഫീസിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഓഫീസിലേക്ക് അഖില് കയറുമ്പോൾ മാനേജർ പറയുകയാണ്, അഖിൽ എന്നോട് ക്ഷമിക്കണം, ഇന്നലെ വേക്കൻസി ഉണ്ടെന്ന് കരുതിയാ ഞാനിവിടെ ജോലി ഉറപ്പാക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ വേക്കൻസി ഉണ്ടായിരുന്നില്ല. സാർ എന്താ ഈ പറയുന്നത്? ഞാൻ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെയാണ് വന്നതെന്ന് അഖില് പറയുമ്പോൾ അയാൾ പറയുകയാണ്, അഖില് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇവിടെ നിന്നല്ല, അഖിലിന് ഈ നാട്ടിലെ ഒരു കമ്പനിയിലും ജോലിയും കിട്ടാൻ പോകുന്നില്ല. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി ശ്യാമയെ വിളിക്കുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോകാനിരുന്ന ശ്യാമ അഖിലിന്റെ കോൾ വന്നയുടൻ കോൾ എടുക്കുകയും തുടർന്ന് കമ്പനിയിലേക്ക് വരികയും ചെയ്യുന്നു. ഞാൻ വേണമെങ്കിൽ പോയി അവരോട് ചോദിക്കാമെന്ന് ശ്യാമ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് അഖില് പറയുന്നു. അതേസമയം വസുന്ധരയും ഐശ്വര്യയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ജോലി പോയല്ലേ, നല്ല കാര്യം, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ബാധ കാരണമാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ശ്യാമ ദേഷ്യത്തോടെ, ഇത്തേക്ക് വരാൻ ഇനി അധികം നാളില്ലെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാൻ തന്നെയാണ് നിന്റെ ഇവിടുത്തെ ജോലി ഇല്ലാതാക്കിയത്. ഞാൻ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ഒരു കമ്പനിയിലും നിനക്ക് ജോലി കിട്ടാനേ പോകുന്നില്ല. അത്രയും പറഞ്ഞ് വസുന്ധരയും ഐശ്വര്യയും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അഖിലിനെ ആശ്വസിപ്പിക്കുകയാണ് ശ്യാമ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. എല്ലാവർക്കും ആഹാരം എടുത്തു വെക്കട്ടെ എന്ന് കമല ചോദിക്കുമ്പോൾ വെക്കാനായി ജയന്തി പറയുന്നു. പിന്നെ ഞാൻ അഖിലിന്റെ സ്ഥാനത്തായിരുന്നെങ്കിലേ ഇന്ന് ആഹാരമൊന്നും കഴിക്കില്ലായിരുന്നു. വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. അച്ചി വീട്ടിൽ പൊറുതി, ജോലിയും ഒന്നുമില്ല. അവർ തരുന്ന ആഹാരം കഴിച്ച് ജീവിക്കണ്ടേ. ഞാനായിരുന്നെങ്കിൽ നാണക്കേട് കാരണം എന്താണെങ്കിലും കഴിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്ന ശ്യാമ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ വാസുദേവൻ പറയുകയാണ്, മോൻ അതൊന്നും കാര്യമാക്കേണ്ട, വാ കഴിക്കാം. വേണ്ടച്ചാ, നിങ്ങൾ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. ജയന്തി ഏട്ടത്തി പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ ആർക്കും ഒരു ബാധ്യതയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേൾക്കുന്ന ശ്യാമ ദേഷ്യത്തോടെ ജയന്തിയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, ഇതേ അച്ഛൻ എനിക്ക് എഴുതി തരാൻ പോകുന്ന വീടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഔദാര്യത്തിലാ ഏട്ടത്തി ഇവിടെ കഴിയുന്നത്. ഇനി എൻ്റെ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ ശ്യാമ ആരാണെന്ന് ഏട്ടത്തി നന്നായി തന്നെ അറിയും. അത്രയും പറഞ്ഞ് അഖിലിനെ വിളിച്ചുകൊണ്ട് ശ്യാം ആഹാരം കഴിക്കാൻ പോകുമ്പോൾ വാസുദേവൻ പറയുകയാണ്, എൻ്റെ അരവിന്ദൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാ എനിക്ക് അഖില്. അതുകൊണ്ട് ജയന്തി ഇനി എൻ്റെ മകനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ വാസുദേവനും കമലയും അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ആദി പറയുകയാണ്, എന്താണെങ്കിലും അമ്മ ഇന്ന് കാണിച്ചത് ദുഷ്ടതരം തന്നെയാ. എന്താ ആദിയെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, അത് പിന്നെ അച്ഛാ, വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇന്ന് അഖി KM ഗ്രൂപ്പ്സിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മകനെന്ന രീതിയിൽ അവന് നല്ലൊരു പോസ്റ്റും കൊടുത്തു. MD എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അവനവിടെ ജോലി കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അത്ര തന്നെ. ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, മകൻ എന്ത് വന്നാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി അല്ലേ. നിനക്കിപ്പോൾ ആ മനോഭാവമാ വസു. എനിക്ക് അവളോടുള്ള പ്രതികാരത്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ മോൻ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം, അതുമാത്രമാ എൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് വസുന്ധര പറയുമ്പോൾ അരുൺ പറയുകയാണ്, എന്താണെങ്കിലും അമ്മ ഈ കാണിച്ചത് അല്പം കൂടിപ്പോയി. എനിക്ക് ഭക്ഷണം വേണ്ട. എന്നാലേ ആരും ഭക്ഷണം കഴിക്കണ്ട, എല്ലാവർക്കും ഒരുമിച്ച് ചാകാം. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, എല്ലാവരും എന്തിനാ അമ്മ എങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്താണെങ്കിലും അമ്മയുടെ ഒപ്പം തന്നെയാണ്. വസു, നീ ചെയ്യുന്നത് വഴി നമ്മുടെ മകൻ കൂടുതൽ ദൂരേക്ക് പോവുകയേ ചെയ്യൂ, അല്ലാതെ നിന്റെ അടുത്തോട്ട് വരാനേ പോകുന്നില്ലെന്ന് വർമ്മ പറയുമ്പോൾ എൻ്റെ മകൻ എന്താണെങ്കിലും വരുമെന്ന് ആനന്ദേട്ടൻ കണ്ടോളാനും വസുന്ധര പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.